ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ബർത്ത് രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഹോസ്പിറ്റലുകളുടെ ഉത്തരവാദിത്തപ്പെടുന്ന ഒന്നാണ്. ഹോസ്പിറ്റലുകൾ അവിടെ ജനിക്കുന്ന കുട്ടികളുടെ രജിസ്ട്രേഷൻ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. ഇനി ഒരു വീട്ടിലാണ് കുട്ടി ജനിക്കുന്നതെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ കുട്ടിയുടെ പേര് നൽകി കഴിഞ്ഞാൽ അതിൽ നമുക്ക് പേരോട് കൂടിയുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഒരു ഹോസ്പിറ്റൽ നിൽക്കുന്ന പരിധി കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷനാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള ഹോസ്പിറ്റലാണെങ്കിൽ മുനിസിപ്പാലിറ്റിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. പഞ്ചായത്ത് പരിധിയിലാണെങ്കിൽ പഞ്ചായത്താണ് അതിൻ്റെ രജിസ്ട്രേഷൻ അതോറിറ്റി. അത് നമ്മൾ ഈ പറഞ്ഞ വീടിൻ്റെ സ്ഥിതിയാണെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കറിയാം, പേര് ഉൾപ്പെടുത്തി രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതോടെ നമുക്ക് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആണ്. സാധാരണ രീതിയിൽ നിന്നാൽ ഇങ്ങനെയല്ല സംഭവിക്കുന്നത്. പേര് പിന്നീടാണ് കുട്ടിക്ക് ഇടുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ആദ്യമൊക്കെ പേര് ഉൾപ്പെടുത്താൻ വേണ്ടി അപേക്ഷയ്ക്ക് മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ പഞ്ചായത്തോ അവിടെ പോയി അപേക്ഷ കൊടുക്കണം. എന്നിട്ട് ഉൾപ്പെടുത്തിയാണ് നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നിരുന്നത്. നിലവിൽ ഇത് മാറിയിരിക്കുന്നു. നമുക്ക് കെ-സ്മാർട്ട് വഴി, മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷൻ ആണെങ്കിൽ കെ-സ്മാർട്ട് വഴി നമ്മൾ പേര് ഉൾപ്പെടുത്താൻ വേണ്ടി ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേര് ഉൾപ്പെടുത്തിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണോ അല്ലേ എന്നൊക്കെ ആളുകൾക്ക് സംശയമുണ്ട്. ഇത് ഒറിജിനലാണ്. ഇത് QR കോഡ് വെരിഫിക്കേഷൻ കൂടിയാണ് ഈ സർട്ടിഫിക്കറ്റുകൾ ഇടുന്നത്. അതുകൊണ്ട് ഒറിജിനലായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഇനി ഇത് പഞ്ചായത്തിലാണ് ഈ ഹോസ്പിറ്റലെങ്കിൽ അതിൻ്റെ അപേക്ഷ നൽകേണ്ടത് സംയുക്തമായിട്ടുള്ളൊരു അപേക്ഷ ഓൺലൈൻ വഴി തന്നെ മറ്റൊരു പോർട്ടൽ വഴി. നേരത്തെ പറഞ്ഞത് കെ-സ്മാർട്ട് വഴി ആയിരുന്നു. ഇതാണെങ്കിൽ citizen.lsg.kerala.gov.in എന്ന പോർട്ടൽ വഴി നമ്മൾ സംയുക്തമായ ഒരു അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ കുട്ടിയുടെ പേര് ഉൾപ്പെടുത്തി നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ നിശ്ചിത ദിവസത്തിനുള്ളിൽ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യാതൊരു ഫീസും ഇല്ലാതെ തന്നെ ഈ ഒരു പേര് ഉൾപ്പെടുത്തി ലഭിക്കും. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ CSC കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓൺലൈൻ സർവീസ് കേന്ദ്രത്തിലോ പോയി ചെയ്യാം. നിങ്ങളുടെ വീട്ടിൽ കമ്പ്യൂട്ടറോ സ്മാർട്ട് ഫോണോ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ അതുവഴിയും നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത്തരത്തിൽ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, അത് ജനന സർട്ടിഫിക്കറ്റ് ആകട്ടെ, വിവാഹ സർട്ടിഫിക്കറ്റ് ആകട്ടെ, മരണ സർട്ടിഫിക്കറ്റ് ആകട്ടെ, ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ ഒറിജിനലിന് സമാനമാണ്. ഇപ്പോൾ നിലവിൽ ഒറിജിനൽ അങ്ങനെ കൊടുക്കുന്ന സംവിധാനം ഇല്ല. അതുകൊണ്ട് ചില ആളുകളുടെ കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് ഇത് ഒറിജിനൽ തന്നെയാണ്. അത് നമുക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് പകരുവാൻ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം. നിങ്ങൾ ഈ ചാനൽ കുറേയായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇത്തരം പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് വീണ്ടും